ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിലെ പൊളിറ്റി നല്ല എളുപ്പമുണ്ടായിരുന്നാണ് എല്ലാവരും പറഞ്ഞത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും പഠിക്കുന്ന ഒരു പേപ്പർ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും. സിവിൽ സർവീസ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ പഠിച്ച് തുടങ്ങുന്ന ഒരു ബുക്ക് തന്നെ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കായിരിക്കും. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തുനിന്ന് മറ്റൊന്നും വരാനില്ല. മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് ചോദിച്ച കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും പൊളിറ്റി എളുപ്പമാണെന്ന് കേൾക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഈസ് വൺ ഇൻ വിച്ച്. ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദ പാർലമെൻറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ ഗവൺമെൻറ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പാർലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് തെറ്റാണ്. ദ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പാർലമെൻറ്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. ഗവൺമെൻറ്റിന് പാർലമെൻറ്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗവൺമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ പാർലമെൻറ്റിന് സാധിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ദ ഗവൺമെൻറ് ഈസ് സെലക്റ്റഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദം. ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്, ജനങ്ങളെ കൊണ്ടിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന്. ദ ഗവൺമെൻറ് ഈസ് ചൂസൺ ബൈ ദ പാർലമെൻറ്റ് ബട്ട് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ഇറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് എ ഫിക്സഡ് ടേം. അപ്പോൾ ഇതിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ ദ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പാർലമെൻറ്റ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് പാർലമെൻറ്റിന് റെസ്പോൺസിബിളാണ്, അതിനെ റിമൂവ് ചെയ്യാനും അവകാശമുണ്ട്. അതാണ് കറക്റ്റ്. ഓക്കെ. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് ദ ഐഡിയൽസ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് വരുന്നത്. ഓക്കെ. Consider the following statement. The Constitution of India defines its basic structure in terms of federalism, secularism, fundamental rights, and democracy. The Constitution of India defines its basic structure in terms of federalism, secularism, fundamental rights, and democracy. ഭരണഘടന ഡിഫൈൻ ചെയ്യുന്നത്, ഭരണഘടന അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് അധികാര വികേന്ദ്രീകരണം, മതനിരപേക്ഷത, മൗലിക അവകാശങ്ങൾ, ഇതൊക്കെ ഭരണഘടന ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ ടു സേഫ് ഗാർഡ് ദ സിറ്റിസൺ ലിബർട്ടീസ് ആൻഡ് ടു പ്രിസർവ് ദ ഐഡിയൽസ് ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ്. ഭരണഘടന എന്ന് പറയുന്നത് നിയമോപദേശം നൽകാൻ പര്യാപ്തമാണെന്ന്. എന്തിനാണ്? ഫോർ ദ സിറ്റിസൺസ് ലിബർട്ടീസ്. ഓക്കെ. ഇവിടെ സിറ്റിസൺസ് ലിബർട്ടീസ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. സിറ്റിസൺസ് റൈറ്റ്സ് ആണെങ്കിൽ അതിന് ജുഡീഷ്യൽ റിവ്യൂക്കിനുള്ള അവകാശമുണ്ട്. പക്ഷേ സിറ്റിസൺസ് ലിബർട്ടീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. Constitution of India defines its basic structure in terms of federalism, secularism and fundamental rights. Constitution അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നെയ്തർ വൺ നോർ ടു. ഓക്കെ. വൺ കോമൺ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഗാന്ധിസം ആൻഡ് മാർക്സിസം ഈസ് the final goal of a stateless society, class struggle, abolition of private property, economic determinism. ഗാന്ധിസത്തിനും മാർക്സിസത്തിനും പൊതുവായത് എന്താണെന്ന്, രണ്ട് പേർക്കും ഒരു എക്കോണമിക് ഡിറ്റർമിനിസം ഉണ്ടെന്നുള്ളതാണ് ശരി. നമുക്കറിയാം അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഗാന്ധിസത്തിൽ വരില്ല. അപ്പോൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായി. ദ ഫൈനൽ ഗോൾ ഓഫ് എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. ഗാന്ധിസം എവിടെയാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ പറ്റി പറയുന്നത്? ഒരിക്കലും അല്ല. ക്ലാസ് സ്ട്രഗിൾ അതുമല്ല. ഓക്കെ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് അപ്രോപ്രിയേറ്റ് ഫോർ ബ്യൂറോക്രസി? ബ്യൂറോക്രസിയുടെ, അതായത് ഉദ്യോഗസ്ഥ ഭരണം, ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഭരണത്തെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പൊളിറ്റീഷ്യൻസ് നടത്തുന്ന ഭരണത്തെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഭരണം ബ്യൂറോക്രസി, പൊളിറ്റീഷ്യൻസ് നടത്തുന്ന ഭരണം ഡെമോക്രസി. ഇൻ ദ context of India, which one of the following is a characteristic appropriate for bureaucracy?
ആൻ ഏജൻസി ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി. അത് തെറ്റാണ്. പാർലമെൻ്ററി ഡെമോക്രസിയും ബ്യൂറോക്രസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസിന് ബന്ധപ്പെട്ട കാര്യമാണ്. ആൻ ഏജൻസി ഫോർ സ്ട്രെങ്തനിങ് ദ സ്ട്രക്ചർ ഓഫ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഒരിക്കലുമില്ല. ആൻ ഏജൻസി ഫോർ ഫെസിലിറ്റേറ്റിംഗ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കോണമിക് ഗ്രോത്ത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും എക്കോണമിക് ഗ്രോത്തും ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്തത് ആൻ ഏജൻസി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസി. പബ്ലിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസി. അതാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിയംബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്റ്റ്. നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്റ്റ് എയ്തർ. A part of the constitution and has the same legal effect as any other part. A part of the constitution but has no legal effect independently of others. ഒരു കാര്യം മനസ്സിലാക്കുക, 1973 കേശവാനന്ദ ഭാരതി കേസ് ഇത് നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യനാണ്. കാരണം ഈ കേശവാനന്ദ ഭാരതി ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് വരുമെന്ന് ഉറപ്പായിരുന്നു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വിധി എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് പാർട്ടാണ്. അപ്പോൾ അത് പാർട്ടാണെന്ന് മനസ്സിലായി. ആൻഡ് ഹാസ് ദ സെയിം ലീഗൽ എഫക്റ്റ് ആസ് എനി അതർ പാർട്ട്. പക്ഷെ മറ്റുള്ള ഭാഗത്തെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ലീഗൽ എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാം, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഹാസ് നോ ലീഗൽ എഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. മറ്റുള്ള പാർട്സിൽ നിന്ന് അതിന് ലീഗൽ എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഡി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ദേ ഷാൾ ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട്സ്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, 4ാം ഭാഗം എന്ന് പറയുന്നത് DPSP ആണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് മലയാളത്തിൽ നിർദ്ദേശക തത്വങ്ങളാണ്. ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്. കാരണം കോടതി മുഖാന്തരമുള്ള പ്രതിവിധികൾക്ക് എന്തില്ല, അവകാശമില്ല നിർദ്ദേശക തത്വങ്ങൾക്ക്. ദേ ഷാൾ നോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. ഓക്കെ, കറക്റ്റാണ്. ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഓൺ ഇൻ ദിസ് പാർട്ട് ആർ ടു ഇൻഫ്ലുവൻസ് ദ മേക്കിംഗ് ഓഫ് ലോസ് ബൈ ദ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക്, ഈ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിച്ച ആളുകളെ നിർദ്ദേശ തത്വങ്ങൾ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ട്. 2 and 3 ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി 2 and 3 ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the Constitution of India, a person who is eligible to vote can be made a minister in a state for 6 months even if he or she is not a member of the legislature of the state. നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് 6 മാസം മന്ത്രിയായിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് 6 മാസത്തേക്ക് മന്ത്രിയായിരിക്കാൻ പറ്റും. പക്ഷേ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, അയാൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അക്കോർഡിംഗ് ടു ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951, എ പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് എ ക്രിമിനൽ ഒഫൻസ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് for 5 years is permanently disqualified from contesting an election even after his release from prison. ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾ സ്ഥിരമായിട്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് അയോഗ്യനാക്കപ്പെടും എന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. According to the Constitution of India, a person who is eligible to vote can be made a minister in a state for 6 months. ഒരിക്കലും ഇല്ല. ഈവൻ ഇഫ് ഇതെങ്ങനെ തെറ്റാകുന്നതെന്ന് വെച്ചാൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മന്ത്രിയാൻ പറ്റൂ. അതായത് എന്ത് ചെയ്യണം, 6 മാസമെങ്കിലും അദ്ദേഹം MLA ആയിരിക്കണം. 6 മാസമെങ്കിലും MLA ആയിരിക്കണം. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നമ്മൾ എക്സാമിന് വരുമെന്ന് പ്രതീക്ഷയാണ്. കാരണം രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മത്സരിച്ചിരുന്നു. ഒന്ന് വയനാട്ടിലും പിന്നൊന്ന് അമേഠിയിലും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് 2 മത്സരിക്കാൻ
പറ്റും എന്ന നിയമം 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രതീക്ഷിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്ന് പറയുന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ജയിൽ ശിക്ഷ അനുഭവിച്ച ക്രിമിനൽ ഒഫൻസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച അയാൾ അയോഗ്യനാക്കപ്പെടുമെന്ന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പറയുന്നില്ല. ഓക്കെ, നെയ്തർ 1 nor 2. ഓപ്ഷൻ ഡി. Consider the following statements. ആധാർ metadata cannot be stored for more than 3 months. ആധാറിൻ്റെ ഡേറ്റ 3 മാസത്തിൽ കൂടുതൽ ശേഖരിച്ച് വെക്കാൻ പറ്റില്ല. 2. State cannot enter into any contract with private corporations for sharing of Aadhaar data. 3. Aadhaar is mandatory for obtaining insurance products. 4. Aadhaar is mandatory for getting benefits funded out of the Consolidated Fund of India. Aadhaar metadata cannot be stored more than 3 months. കറക്റ്റാണ്. ആധാറിൻ്റെ ഡേറ്റ 3 മാസത്തിൽ കൂടുതൽ ശേഖരിച്ച് വയ്ക്കാൻ പാടില്ല. ഓക്കെ, ദ സ്റ്റേറ്റ് കനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് പ്രൈവറ്റ് കോർപ്പറേഷൻസ് ഫോർ ഷെയറിംഗ് ഓഫ് ആധാർ ഡേറ്റ. അത് തെറ്റാണ്. എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ മുഴുവൻ ആധാർ ഡീറ്റെയിൽസ് കെൽട്രോൺ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് ഏൽപ്പിച്ചത്. സ്വകാര്യ കമ്പനികളുമായിട്ട് കോൺട്രാക്റ്റ് വരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ആധാർ ഈസ് മണ്ടറി ഫോർ ഒബ്റ്റെയിനിങ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. അത് തെറ്റാണ്. ആധാർ ഇൻഷുറൻസ് പ്രോഡക്ട്സിന് നിർബന്ധമില്ല. ഇൻഷുറൻസിൻ്റെ സേവനങ്ങൾ കിട്ടാനായിട്ട് ആധാർ നിർബന്ധമില്ല. ആധാർ ഈസ് മണ്ടറി ഫോർ ഗെറ്റിംഗ് ബെനിഫിറ്റ്സ് ഫണ്ട് ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ നിർബന്ധമാണ്. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 1 and 4 ഓൺലി. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭ ഹാസ് ഈക്വൽ പവേഴ്സ് വിത്ത് ലോക്സഭ ഇൻ. രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഈക്വൽ പവർ ഉള്ളത് എന്തിനാണ്? ദ മാറ്റർ ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഓൾ ഇന്ത്യ സർവീസസ്. ബി, amending the constitution. C, the removal of the government. D, making cut motions. രാജ്യസഭയുടെയും ലോക്സഭയുടെയും ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ പറയാം. ഓപ്ഷൻ ഡി ആണ്, മേക്കിംഗ് കട്ട് മോഷൻസ് ആണ്. രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഈക്വൽ പവേഴ്സ് വരുന്നത് മേക്കിംഗ് കട്ട് മോഷൻസ് ആണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. MP ലാഡ്സ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ ഫണ്ട്സ് അണ്ടർ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം MP ലാഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? Member of Parliament Local Area Development Scheme funds must be used to create durable assets like physical infrastructure for health, education, etc. ശരിയാണ്. ഈ MP ഫണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ MP ഫണ്ട് സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഇപ്പോൾ നിർത്തലാക്കിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അതുപോലെ തന്നെ ചോദിച്ചു. ഈ MP ഫണ്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നൊക്കെ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്സെട്ര. 2. A specified portion of each MP's fund must benefit to SC/ST populations. അതും കറക്റ്റാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫണ്ടിൽ നിന്നും പണം ചെലവാക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റാണ്. അടുത്ത മൂന്നാമത്തെ. MP ലാഡ്സ് ഫണ്ട്സ് ആർ സാങ്ഷൻഡ് ഓൺ ഇയർലി ബേസിസ് ആൻഡ് ദ അൺയൂസ്ഡ് ഫണ്ട്സ് കനോട്ട് ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. ഒരു വർഷം ഉപയോഗിക്കാതെ വരുന്ന MP ലാഡ്സിൻ്റെ ഫണ്ടുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. MP ലാഡ്സിൻ്റെ ഫണ്ട്, ഒരു വർഷം ഉപയോഗിക്കാത്ത ഫണ്ട് അടുത്ത വർഷത്തെ MP ഫണ്ടിലേക്ക് മാറ്റിവെക്കാറുണ്ട്. ഓക്കെ, ദ ഡിസ്ട്രിക്ട് അതോറിറ്റി മസ്റ്റ് ഇൻസ്പെക്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഓൾ വർക്ക്സ് അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ എവറി ഇയർ. മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ 10% വരുന്ന ഫണ്ടുകൾ ഡിസ്ട്രിക്ട് അതോറിറ്റിക്കാണ്, അതായത് കോർപ്പറേഷനാണെന്ന്. കറക്റ്റാണ്. MP ലാഡ്സ് ഫണ്ടിൻ്റെ 10% കോർപ്പറേഷനും കൂടി സമ്മതത്തോടു കൂടിയാണ് വിനിയോഗിക്കുന്നത്. ഓപ്ഷൻ 1, 2 and 4 ഓൺലി. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following categories of fundamental rights incorporate protection against untouchability as a form of discrimination? താഴെ പറയുന്നതിൽ ഏത് മൗലികാവകാശങ്ങളിലാണ് അയിത്തത്തിനെതിരായിട്ടുള്ള സംരക്ഷണം ഉള്ളതെന്ന്.
നമുക്കറിയാം അയിത്തത്തിനെതിരായിട്ടുള്ള നിയമം തന്നെ കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യങ്ങളോടുകൂടി പാസ്സാക്കിയത് ആർട്ടിക്കിൾ 17. ഓക്കെ. ഓപ്ഷൻ എ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്ഷൻ ബി റൈറ്റ് ടു ഫ്രീഡം, സി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഡി റൈറ്റ് ടു ഇക്വാലിറ്റി. ഓപ്ഷൻ എ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. Okay, option A right against exploitation. Next question. A constitutional government by definition is a government by legislature, popular government, multi-party government, limited government. A constitution government by definition is a limited government. ഒരുപാട് പരിമിതികളുള്ള ഗവൺമെൻറ്റാണ്. ഒരു ഗവൺമെൻറ്റിൽ മൾട്ടി പാർട്ടി ഗവൺമെൻറ് വരണമെന്ന് ആവശ്യമില്ല, പോപ്പുലർ ഗവൺമെൻറ് വരണമെന്ന് ആവശ്യമില്ല, ഗവൺമെൻറ് ബൈ ലെജിസ്ലേച്ചർ ആയിരിക്കണമെന്ന് ആവശ്യമില്ല, ലിമിറ്റഡ് ഗവൺമെൻറ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതർ ദാൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിഫ്ലക്ട് ഓർ റിഫ്ലക്ട്സ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. 1948 നിർദ്ദേശക തത്വങ്ങൾ കാണാൻ കഴിയുന്നത് 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കാണാൻ കഴിയുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ. ഓപ്ഷൻ ബി 2 ഓൺലി. ഓക്കെ, താങ്ക് യു.